എല്ലാവർക്കും നമസ്കാരം. സലിംകുമാറിന്റെ മരണം അത് നമ്മൾ ഇന്നലെ രാത്രി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് അറിഞ്ഞപ്പോൾ തന്നെ ആദരാഞ്ജലി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നഷ്ടമാണ്. ഇന്നസെന്റ് ആണേലും സലിംകുമാർ ആണേലും മമ്മൂക്കോയാണേലും അങ്ങനെ ഹാസ്യ നടന്മാര് ഹാസ്യം അഭിനയിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നും പറയാറുണ്ട്. ഹാസ്യം മാത്രമല്ലാതെ ദേശീയ അവാർഡ് കിട്ടിയ പടങ്ങളുമുണ്ട്. സ്വഭാവ നടനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഒത്തിരി ഇന്റർവ്യൂകളുണ്ട്. ഒരുമാതിരി ആരെയും വെറുപ്പിക്കാതെ സംസാരിക്കും സലിംകുമാർ. എന്നാൽ ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മുഖത്ത് നോക്കി പറയുന്ന പോലെ ആരോടും പറയും. പിന്നെ ഇപ്പൊ കുറച്ചു പേർക്ക് പുള്ളിക്കാരൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആളും പിന്നെ കോൺഗ്രസും ഒക്കെ ആയതുകൊണ്ട് കുറച്ചു പേർക്കൊക്കെ അങ്ങനത്തെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്നെയൊക്കെ സംബന്ധിച്ച് വളരെ ഇഷ്ടമുള്ളതാണ്. നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന കുറെ അധികം ഭാഷകൾ വർത്താനങ്ങളൊക്കെ സലീം കുമാറിന്റെ സംഭാവനകളാണ്. കാരണം നമ്മളുമായിട്ട് അത്ര നാച്ചുറലായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ പോലെയാണല്ലോ. പുള്ളി തമിഴിൽ അഭിനയിക്കാൻ പോയിട്ട് പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി പുള്ളി അഭിനയം കാഴ്ചവെച്ച ഭാഷയ്ക്കൊരു ഇതുണ്ട്. അത് ആ ഹാസ്യം അവതരിപ്പിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ആവില്ലെന്ന് പറയും. ഇപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം അതൊക്കെ പോട്ടെ. ഞാൻ സലീംകുമാറിനെ പറ്റി ഒത്തിരി പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്നെക്കാട്ടും അറിയാം. അപ്പം ഇതെന്താ പറയുക, പണ്ടൊരു ഇന്റർവ്യൂല് മനോജ് കെ ജയൻ മറ്റോ അങ്ങോട്ട് പൃഥ്വിരാജിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ അച്ഛന്റെ മരണത്തിന് പറയുമ്പോൾ നീ എന്താ ഒരുമാതിരി ഒരു പൊട്ടൽ ലുക്ക് പോലെ തോന്നുന്നു, അല്ലെ നമുക്ക് തോന്നുന്നു, അങ്ങനത്തെ ഒരു നിപ്പ് നിന്ന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് പൃഥ്വിരാജ് പറഞ്ഞ ഒരു മറുപടി എന്താണ്, അതും പെട്ടെന്നുണ്ടായ ഒരു മരണമാണ് സുകുമാരന്റെ എന്ന് പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ ഒരു ഉള്ളിൽ കലിപ്പായിട്ടാണ് പൃഥ്വിരാജ് അത് നിൽക്കുന്നത്. പക്ഷെ ആ ഫോട്ടോയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ് ഇത് ഇങ്ങനെ ഒരു പൊട്ടൻ ലുക്ക് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്തായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഈ മോഹൻലാലും മമ്മൂട്ടിയും വന്നപ്പോൾ ജനം ഈ മരണ വീടാണെന്നോ ഒന്നും ആലോചിക്കാതെ ഓർപ്പ് വിളിച്ച് ജയ് വിളിച്ച് ഭയങ്കര ബഹളം വെച്ചു. അപ്പൊ പൃഥ്വിരാജിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അവിടെയാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത്. അതിന്റെ ഒരു കലിപ്പാണ് പൃഥ്വിരാജ് കാണിച്ചതെന്ന് പിന്നീട് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ വിവാഹത്തിന് പോലും ഈ മീഡിയക്കാരെ അടുപ്പിച്ചിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഉള്ള രഹസ്യമായിട്ട് പോയി നടത്തിയ പോലുള്ള നടത്താതെ. അപ്പൊ ഇന്ന് നമ്മളിത് കണ്ടത്, നമ്മളെല്ലാരും മാപ്രകൾ കാണിക്കുന്നതാണ് നമ്മൾ കണ്ടേ. ഓക്കെ, അവരോട് അതിന് നന്ദിയുണ്ട്. ഇപ്പൊ സെലിബ്രിറ്റീസിന് ഏതെങ്കിലും ഒരു കല്യാണം വന്നാൽ ഇവര് കയറി മുന്നിൽ നിന്നിട്ട് ഒന്നും കാണത്തില്ല. നമ്മൾ പോയിട്ട് അവരുടെ മൂഡ് കണ്ടേച്ച് പോരേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒരു ഔചിത്യം ഇല്ലാത്ത രീതിയാണ്. ഈ ശ്രീനിവാസം ശ്രീനിവാസം മരിച്ചിട്ട് തൃപ്പൂണിത്തറയിൽ നിന്ന് നേരെ ആംബുലൻസ് പോകുന്ന സീൻ ഞാൻ കണ്ടായിരുന്നു. അപ്പം 24ന്റെ കാറ് ഇവരുടെ ഈ ആംബുലൻസിനെക്കാട്ട് ഭയങ്കര സ്പീഡിൽ മുന്നിൽ ഇടിച്ചു കയറി പോകുന്ന ഒരു സീൻ ഞാൻ കണ്ടതാണ്. ഇവര് കാണിക്കുന്ന ഒരു വെപ്രാളം ഇതും കാണും. മീഡിയക്കാർ വേണം എന്നാലേ നമുക്ക് വാർത്തകൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ദിലീപിന്റെ ഒരു പടത്തിൽ കാണുന്നല്ലോ, ഒരാൾ മരിക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി ആ ന്യൂസിന് വേണ്ടി അവിടെ പോയി വെയിറ്റ് ചെയ്ത് ഇപ്പം മരിക്കോ എന്നും പറഞ്ഞ് ചായ കുടിക്കാൻ പോകാൻ പറ്റിയാൽ ഇപ്പം മരിച്ചാൽ മറ്റൊരു ന്യൂസ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുള്ള സീനുകളൊക്കെ ഓർക്കുന്നില്ല. അതേപോലെ രക്തദാഹികളായിട്ട് ഇങ്ങനെ കാത്തു കെട്ടിക്കിടക്കുക. ഇപ്പൊ സലിംകുമാറിനെ വെന്റിലേറ്ററിലോട്ടാക്കിയെന്ന് ന്യൂസ് വന്നു. അപ്പൊ തൊട്ടേ അവിടെ ഈ ന്യൂസ് ഇപ്പം മരിക്കോ എന്ന് ചോദിച്ച് കാത്തു കെട്ടിക്കിടപ്പുണ്ട്. ഇപ്പൊ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു മകനായ ചന്തു സലിംകുമാറിന്റെ മരണത്തിൽ മനംനൊന്ത് അമ്മയും കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് ആ പയ്യൻ അവിടെ നിൽക്കുമ്പം ഇവരുടെ തള്ളിക്കയറ്റം കാരണം അവർക്ക് ആ ചടങ്ങുകളോ ഒന്നും സലിംകുമാറാണ് യാതൊരു ചടങ്ങും വേണ്ട, ചിതയ്ക്ക് തീ കൊളുത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ടും കൂടെയുണ്ട്. പുള്ളിക്ക് പുരോഗമനവാദമാണ്, വലിയ പൂജയും ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത പോലെയാണ്. അപ്പൊ ഈ മാപ്രകൾ ഇതൊന്നും സമ്മതിക്കാതെ അപ്പൊ അവസാനം സലിംകുമാറിന്റെ മകൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പൊട്ടിക്കരയുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ അവസ്ഥയെ കൊണ്ട് പുള്ളിക്കാരനെ എത്തിച്ച് ഈ പത്രക്കാരാണ്, മീഡിയക്കാരാണ് ഈ ചെയ്യുന്നത്. ഈ മരണവീടാന്നുള്ള ഒരു ഔചിത്യം ഈ മീഡിയക്കാർക്കും ഇല്ല, പിന്നെ എടുത്തു പറയണം മലയാളികൾക്കും ഇല്ല. അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന സെൽഫി എടുക്കലാണ് കാണേണ്ടത്. അയ്യോ, എന്തൊരു ഔചിത്യമില്ലാത്ത സ്വഭാവം മലയാളികൾ പ്രകടിപ്പിക്കുന്നത്. അതോ ഇവരാരും മനുഷ്യരല്ലേ? അപ്പൊ ഒന്ന് കണ്ടു നോക്ക്. സലിംകുമാറും മുഖ്യമന്ത്രിയും സഹോദരങ്ങളെ പോലെ രക്തബന്ധം പോലെയാ. VD സതീശന്റെ ഏത് ഇലക്ഷൻ പ്രചരണം അല്ലെ ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന സലിംകുമാറാണ് എല്ലാ വർഷവും. അപ്പൊ ഈ വർഷവും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് മുഖ്യമന്ത്രി വന്നത് അത്രയും ഹൃദയവേദനയോടെ ആയിരിക്കും. ബാല്യകാല സുഹൃത്തെന്ന് പറയുന്ന പോലെ ഉള്ളവരാണ്. അത്രയും ഹൃദയവേദനയോടെ വന്ന മനുഷ്യനെ കൊണ്ട് മാലയല്ലല്ലേ, ഷാളോ എന്താണ് അത് പുതപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഔചിത്യം ഉണ്ടോ? ഒന്ന് ആലോചിച്ച്. ഒരു സ്നേഹപ്രകടനം എടുത്ത് ദൂരെ കെറിയുന്ന പോലെ എറിഞ്ഞു.
കയറി അങ്ങോട്ട് പോകുന്നുണ്ട്, ആ ചടങ്ങുകൾക്കൊക്കെ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് മഴയത്ത് കുടയും ചൂടി നിൽക്കുന്ന അവരുടെ അടുത്ത് പോയി മുന്നിൽ നിന്നും പുറകിൽ നിന്നും എല്ലാം സെൽഫി എടുക്കലാണ്. അതാണ് ഞാൻ പറയുന്നത്. മാപ്രകളെ കുറ്റം പറയുമ്പോൾ ഇപ്പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ച ഈ ചടങ്ങിന്റെ ഇടയിൽ മൊബൈലും പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പേരും. യാതൊരു ഔചിത്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു ഔചിത്യമില്ല. സ്റ്റാറിനെയൊക്കെ ഒന്നിച്ച് കാണുന്നതിന്റെ മാത്രം ഞങ്ങൾ വന്ന് നിൽക്കുന്ന ചടങ്ങ് ഏതാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധമില്ലാത്ത പോലെ. അതോ ക്രൂരന്മാരായ മനസ്സ്, അയാൾ പോട്ടെ, എങ്ങനത്തെ ഒരു രീതിയാണോ എന്താണെന്നറിയില്ല. അതൊന്ന് കാണണ്ടേ. ദിലീപും രാഹുലൂടെ നിൽക്കുമ്പോഴത്തേന് പുറയുന്നു മുന്നീന്നും എല്ലാം ദിലീപിന്റെ ഫോട്ടോ എടുക്കലാണ്. ചേട്ടാ ഒരു കൂടെ ചിരിച്ചിരിക്കുന്നുണ്ട്. മരണ വീട്ടിൽ വന്നാന്ന് ഒന്നും അറിയാതെ, അതിന് പിന്നെ ശരിക്കും ബോധമില്ലാത്ത ഒരു ടൈപ്പാണല്ലോ. ചിരിക്കുന്നതും കണ്ടായിരുന്നു. പിന്നെ നവ്യ നായരൊക്കെ ഹൃദയം പറ്റി കരയുന്ന പോലെ കരയുന്നുണ്ട്. മീഡിയയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോലും പറയാൻ പറ്റുന്നില്ല. പിന്നെ പിഷാരടിയുടെ ആദ്യ ഗുരു പോലെയാണ് സലീം കുമാർ. അപ്പൊ സംസാരിക്കാൻ തന്നെ പിഷാരടിക്കും പറഞ്ഞു. എന്നാലും മാപ്ര വിടാതെ പുറകെ നടന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും മനോരമ പത്രം എന്ന് നിങ്ങൾ വായിച്ചു, അതിന്റെ ഫ്രണ്ട് പേജില് ശരിക്കും സലീം കുമാർ നമ്മളോട് യാത്ര പറയുന്ന പോലെ ശരിക്കും എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. വായിക്കാത്തവരും അത് വായിക്കണം. ശരിക്കും പറയുന്ന ആ കഥാപാത്രങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഞാനെന്നാ പോട്ടെ എന്നും പറഞ്ഞ് അത് മരണവും ഒരു തമാശയിലൂടെ, ഇവിടെ മരണവും രോഗവും എല്ലാം തമാശയിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന ആള് ഇന്നസെന്റും സലീം കുമാറുമാണ്. ശരിക്കും ഇവിടെ സലീം കുമാറിന് ചില തെറ്റ് പറ്റിയെന്ന് പറയുന്ന ഓരോ മീഡിയന്ന് തന്നെ അറിഞ്ഞാണ്. ആദ്യം ഈ കരളിന്റെ അസുഖം വന്നപ്പോൾ പുള്ളിക്കാരൻ വെള്ളം അടിച്ചിട്ട് തന്നെയല്ല ലിവർ സിറോസ് വന്നത്. അവരുടെ ഫാമിലിയിലും അങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. കൂടുതൽ എല്ലാവരും അങ്ങനെയാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് വന്നപ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം നമ്മളങ്ങ് പാനിക്കാകും. അതിനുശേഷം നമ്മൾ പോയി കണ്ടത് മിക്കവാറും അലോപ്പതി ആയിരിക്കും കാണുക. അപ്പൊ അവര് നമ്മളോടുള്ള കാര്യങ്ങൾ വിവരിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഇച്ചിരി റിസ്ക് ആണ്. അപ്പൊ അത് കേട്ട് ആകെ ഒരു ഇതായിട്ട് സൂത്രവിദ്യ അന്വേഷിച്ച ഒരു നടപ്പുണ്ട്. ഇപ്പൊ ഒരു കൈ ഒടിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ നമ്മൾ സ്റ്റീൽ ഇടണമെന്ന് കേട്ടാ അന്നേരം കമ്പത്ത് പോകാം, പളനി പോകാം, അവിടെ പോയി ഇവിടെ പോയി അവിടെ എല്ലാം പോയാൽ എങ്ങനെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. വെച്ച് കെട്ടാം, വെച്ച് കെട്ടിന് എന്തൊക്കെയോ പച്ചമരുന്ന് വെച്ച് കെട്ടും. അത് ഇതിനെക്കാട്ടും സൂപ്പറാണ് എന്നും പറഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ അതിന്റെ പുറകെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. എന്താ വെച്ചാൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എടുക്കാൻ പോകണം, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അത് പെർഫെക്റ്റ് ആയിരിക്കും. ആ കമ്പി ഇട്ടാൽ നമ്മൾ ഒടിഞ്ഞാണെന്ന് പോലും ഒരിക്കലും അറിയാൽ. അതുപോലെ എന്റെയൊക്കെ കാലൊടിഞ്ഞ് കമ്പി ഇട്ടിട്ടുള്ള. പക്ഷേ മറ്റേത് കെട്ടും ഇതുമൊക്കെ ആയിട്ട് പോയി ഇതൊക്കെ സംഭവം ശരിയാകും. ഇനി കെട്ടിയില്ലെങ്കിലും നമ്മുടെ എല്ലിന്റെ പ്രത്യേകത തന്നെ പറയാം. ഏണേ കോണേന്ന് ഒടിഞ്ഞിരുന്നാലും അത് അവിടെ ഇരുന്ന് സെറ്റാവും. അതേപോലെ ഇവർ കെട്ടിക്കഴിയുമ്പോൾ ഒരു രീതിയിൽ സെറ്റ് അഴിഞ്ഞു പോരും. പക്ഷെ ഇതുപോലെ അല്ലായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിരിക്കും. പ്ലാസ്റ്റർ ഇടുന്ന പോലെയൊക്കെ തന്നെ ആവുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു അസുഖം വന്നാൽ അപ്പം തന്നെ വേറെ വഴി പലത് അന്വേഷിക്കും. പച്ചില മരുന്നുണ്ടോ, ഒറ്റമൂലിയുണ്ടോ, അതുണ്ടോ, ഇതുണ്ട്. ഇതിന്റെ അകത്ത് ഈ സലീം കുമാർ ശരിക്കും ആയുർവേദോ ഏതൊക്കെയോ മരുന്ന് തേടിപ്പോയിരുന്നു. അപ്പോഴത്തേനും ഇവിടെ അസുഖം കരളിന്റെ ഭയങ്കരമായിട്ട് കൂടി. പിന്നീട് അത് മാറ്റിവെക്കുക എന്നല്ലാതെ ഒരു മാർഗവുമില്ല. ചെറുപ്പക്കാരനാരോ ഒരാള് കരൾ കൊടുത്തു. ആ കാലത്ത് ഹോസ്പിറ്റലിൽ ബന്ധുക്കാർ പോലും വരികയല്ല. വന്ന കരൾ ചോദിക്കുമോ എന്നുള്ള പേടികൊണ്ട് ബന്ധുക്കാർ വരില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂലൊക്കെ. രോഗവിവരം എല്ലാം തമാശയോടെ പറഞ്ഞു. എന്നാലും നമ്മളിങ്ങനെ അതും ഇതും തേടി പോകരുത്, രോഗം അറിഞ്ഞാൽ എന്നൊരു ഉപദേശം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ രോഗകാര്യങ്ങൾ മുഴുവൻ നേരത്തെ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ സലീം കുമാറിനെ ഒത്തിരിയും വട്ടം കൊന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ വ്യാജ വാർത്ത ഇങ്ങനെ വരും. ആ വാർത്ത പുള്ളി തന്നെ വായിക്കാറുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷെ എന്നാൽ പല കാര്യങ്ങളും പുള്ളി നമ്മുടെ മുന്നിൽ ലാഫിംഗ് വില്ല എന്ന് പുള്ളിയുടെ വീടിന് പേരിട്ട പോലെ എല്ലാം ഒരു ചിരിച്ചോണ്ട് എല്ലാ കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു. മരണകാര്യങ്ങളാണെ പോലും പുള്ളിക്ക് അറിയാമായിരുന്നു. അതെല്ലാം നമ്മളോട്. പക്ഷെ ഈ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഈ 56 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം. വളരെ ഒരു വിഷമിച്ചിരിക്കുക. അവരുടെ ഒരു വിഷമം മനസ്സിലാക്കാതെ ഈ ഔചിത്യം ഇല്ലാതെ ഈ മലയാളികൾ മാപ്രകൾ പോട്ടെ, മലയാളികൾ ഈ സെൽഫിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ. ഇവരുടെയൊക്കെ വീട്ടിൽ ആൾക്കാർ മരിച്ചാൽ ഇവരിങ്ങനെ ചെയ്യും. അപ്പൊ അവനോന്റെ ഒരു വേദന ഇവർക്കൊക്കെ നല്ല വേദനയാണ്. ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സിനിമാ താരങ്ങൾക്കൊന്നും ഹൃദയമില്ലേ, അല്ലെ ആ മക്കൾക്കൊന്നും ഹൃദയമില്ലേ? എന്താണ് ജനങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? വെറും നാണക്കേടാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.